ദമ്പതികൾക്ക് കർത്താവ് മക്കളെ നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകം ചെയ്തിടണേ. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ദുർബലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാനാകുന്നു. നിന്റെ ദുർബലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാനാകുന്നു. നിന്റെ ദുർബലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാനാകുന്നു. നിന്റെ ദുർബലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാനാകുന്നു. അങ്ങയുടെ ദുർബലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാനാകുന്നു. അങ്ങയുടെ ദുർബലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാനാകുന്നു. നിന്റെ ദുർബലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. നന്മ
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. നിന്റെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ജപമാല പ്രാർത്ഥന അമ്മേ കൃപയായിരിക്കൂ. ജപമാല പ്രാർത്ഥന അമ്മേ കൃപയായിരിക്കൂ. വചനത്തെ ഹൃദയത്തിൽ വഹിച്ചവളല്ലേ, അമല മനോഹരിയമ്മയല്ലേ. വചനത്തെ ഹൃദയത്തിൽ വഹിച്ചവളല്ലേ, അമല മനോഹരിയമ്മയല്ലേ. ജപമാല പ്രാർത്ഥന അമ്മേ കൃപയായിരിക്കൂ. രണ്ടാം ദിവസം പരിശുദ്ധ മറിയം തന്റെ ഇളയമയെ യേശുവ ചെന്ന് കണ്ട 3 മാസത്തോളം അവർക്ക് ശുശ്രൂഷ ചെയ്തുവെന്ന് ധ്യാനിക്കാം. ഈ ദിവസം ചെല്ലുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ഹൃദയത്തിൽ ഉൾക്കൊണ്ട് വചനത്തിലൂടെ അത് പങ്കുവെച്ചവളായ മറിയം താൻ സ്വീകരിച്ച ഈശോയെ സ്നാപകനും എലീശുവായിക്കും അഭിഷേകം നൽകുവാനായിട്ട് എടുത്തുപയോഗിച്ചവളെ പോലെ നമുക്ക് പ്രത്യേകമായിട്ട് സഭ മുഴുവനോടും ചേർന്നുകൊണ്ട് ജപമാല റാണിയെ അമ്മയെ സ്നേഹിക്കുന്ന പിതാക്കന്മാരോടും കഴിഞ്ഞ കരുതേമേ മൺമറഞ്ഞു പോയ വിശുദ്ധയോടെ സ്വർഗത്തിൽ പിതാവിൻ്റെ പക്കൽ ദൈവത്തെ ആരാധിച്ചു വിളിക്കുന്ന പിതാക്കന്മാരോടും ഇന്ന് ജീവിക്കുന്ന പിതാക്കന്മാരോടും വിശുദ്ധരോടും ചേർന്നുകൊണ്ട് ഒന്ന് ചേർന്ന് നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിക്കേണ്ട വിധത്തിൽ സമർപ്പിക്കുവാൻ എല്ലാവർക്കും കഴിയേണ്ടതിന് ഇവിടെ വന്നിരിക്കുന്ന വിശ്വാസം ഇരട്ടി ഏലീശ ചോദിച്ചതുപോലെ ഏലിയായിക്കുണ്ടായിരുന്ന അഭിഷേകത്തിന് ഇരട്ടിപ്പങ്ക് തരണം. ഇന്നലെ വരെ ഞങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസത്തിന്റെ ഇരട്ടിപ്പങ്ക് ജപമാല രഹസ്യങ്ങൾ ഞങ്ങൾ ആവർത്തിച്ചിരുമ്പോൾ അത് ഇരട്ടിപ്പങ്ക് തിരുസഭയ്ക്ക് ലഭിക്കട്ടെ. പരിശുദ്ധ പിതാവിനും രൂപതാധ്യക്ഷന്മാർക്കും എല്ലാവരും ഉണർവോടുകൂടി ഈ ഒക്ടോബർ മാസം കൃപയുടെ നിറവോടുകൂടി വിശ്വാസ വർഷത്തിലുള്ള ഇനിയുള്ളതായ ഈ 55 ദിവസത്തിലെ ഈ 30 ദിവസം വലിയ അഭിഷേകത്തോടുകൂടി നിറവേറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പോരാ പോരാ, ഉണർവോടുകൂടി സ്നാപകനോടൊപ്പം എലീശയോടൊപ്പം അമ്മയോടൊപ്പം പിതാക്കന്മാരോടൊപ്പം തിരുസഭയുടെ ഉണർവിന് വേണ്ടി തിരുസഭ വിശ്വാസത്തിൽ കത്തുജ്വലിക്കാൻ വേണ്ടി രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒന്ന് സമർപ്പിച്ച് കർത്താവിന്റെ തിരിച്ചോലയാൽ അവർ കഴുകപ്പെട്ട ദൈവ മനസ്സ് പോലെ വ്യാപരിക്കട്ടെ. എല്ലാ പുരോഹിതരെയും എല്ലാ സന്യസ്ത സമർപ്പിതരെയും കുഞ്ഞി പൈതങ്ങളെ ബാലികാ ബാലന്മാരെ വിശ്വാസത്തിൽ ഉണർത്തണമേ. അനീതി പ്രവർത്തിക്കുന്നവർ അനീതിയുടെ മേഖല വിട്ട് നീതിയുടെ വഴിയിലേക്ക് കടന്നു വരട്ടെ. തിന്മകൾ പ്രവർത്തിക്കുന്നവർ, ജീവിത പങ്കാളിയോട് ക്രൂരത കാണിക്കുന്നവർ തങ്ങളുടെ പഴയ വഴി വിട്ട് പുതിയ വഴിയിലേക്ക് കർത്താവ് കാണിച്ചു കൊടുക്കുന്ന വഴിയിലേക്ക് ഇറങ്ങി വരട്ടെ. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദമ്പതികളുടെ വിശുദ്ധതയ്ക്കും വിശുദ്ധിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ദമ്പതികളുടെ വിശുദ്ധിക്കും വിശുദ്ധതയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി.
സ്വസ്തി. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് അപേക്ഷിക്കണമേ. ആമേൻ. അതിലെ പോലെ എപ്പോഴും നയിക്കുക. ആമേൻ. പരിശുദ്ധ ദേവന്മാരുടെ രാജ്ഞി, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അമ്മേയെന്നു ഞാനുള്ളിൽ വിളിക്കുമ്പോ മറുവിളി മകനേ എന്നോതും അമ്മ. അമ്മേയെന്നു ഞാൻ ഉള്ളിൽ വിളിക്കുമ്പോ മറുവിളി മകനേ എന്നോതും അമ്മ. ഹൃദയം തകർന്നു ഞാൻ കരയുന്ന നേരം മിഴിനീരുമാറ്റുന്ന മാതാവേ. ഹൃദയം തകർന്നു ഞാൻ കരയുന്ന നേരം മിഴിനീരുമാറ്റുന്ന മാതാവേ. ഓ മരിയേ, ഓ മരിയേ, പാപികൾക്കാശ്രയമേ. ഓ മരിയേ, ഓ മരിയേ, പാപികൾക്കാശ്രയമേ. മൂന്നാം ദിവ്യരഹസ്യം. പരിശുദ്ധ മറിയം തന്റെ കന്യത്വത്തിന് ഭംഗം വരാതെ ദൈവകുമാരനെ പ്രസവിച്ചു. മക്കളില്ലാത്ത ദമ്പതികളെ സമർപ്പിക്കും. പുൽത്തൊട്ടിയിൽ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞുകിടന്ന ദിവ്യശിശു ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ ആട്ടിടയന്മാരെ പോലെ പൂജരാജാക്കന്മാരെ പോലെ പരിശുദ്ധ കുർബാനയിലേക്കൊന്ന് നോക്കുകയും വെണ്മയേറിയ തിരുവോസ്തിയിൽ മറഞ്ഞിരിക്കുന്നത് ദൈവമാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഇവിടെ വന്നിരിക്കുന്ന സകലർക്കും ലോകം മുഴുവനും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ദിവ്യകാരുണ്യത്തെ ഒത്തിരി സ്നേഹിച്ചു. വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുവാനിരിക്കുന്ന അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ കുർബാനയുടെ രഹസ്യം ഒന്ന് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയട്ടെ ഒന്ന് പ്രാർത്ഥിക്കുക. മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദമ്പതികളുടെ ജീവിതത്തിൽ ഇടപെടട്ടെ എന്ന് ആഗ്രഹിച്ച് ഒരു നിമിഷം നമുക്ക് കർത്താവിന്റെ സന്നിധി ബെത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ പൂജരാജാക്കന്മാരോടൊപ്പം ആട്ടിടയന്മാരോടൊപ്പം ആരാധിക്കുന്ന അവരെ ഇവിടെ കാണാം. ഈ ആരാധന
ഈ സ്തുതിപ്പുകൾ, ഈ ജപമാല, ഈ ഒക്ടോബറിലെ ജപമാല തിരുസഭ മുഴുവനോടും ചേർന്നുള്ളതാണ്. ജപമാല ചെല്ലാൻ അറിഞ്ഞുകൂടാത്തവരുണ്ട്, ചെല്ലാൻ വൈമനസ്യമുള്ളവരുണ്ട്, ഒരു ജപമാല പോലും ചെല്ലാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അനേക ജപമാല ചെല്ലുന്നവരുണ്ട്. ഭയഭക്തിയോടെ ആദരവോടെ ജപമാല ചെല്ലുന്ന ഭക്തരായ ഭക്തരോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. സഭ മുഴുവനെയും ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരും, ഈ ലോകം മുഴുവനും ജപമാല ചെല്ലുന്ന ഒരു അഭിഷേകം ഉണ്ടാകട്ടെ. നമുക്കൊന്ന് ചേർന്ന് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ജപമാല ഭക്തി വളരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ബെത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന യേശുവിനെ ഒന്ന് നോക്കിക്കുകയും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്മ പറയുമേ സ്വത്തേ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടണം. അങ്ങയുടെ ദുർബലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നന്മ പറയുമേ സ്വത്തേ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടണം. അങ്ങയുടെ ദുർബലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നന്മ പറയുമേ സ്വത്തേ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടണം. അങ്ങയുടെ ദുർബലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നന്മ പറയുമേ സ്വത്തേ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടണം. അങ്ങയുടെ ദുർബലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നന്മ പറയുമേ സ്വത്തേ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടണം. അങ്ങയുടെ ദുർബലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നന്മ പറയുമേ സ്വത്തേ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടണം. അങ്ങയുടെ ദുർബലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നന്മ പറയുമേ സ്വത്തേ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടണം. അങ്ങയുടെ ദുർബലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നന്മ പറയുമേ സ്വത്തേ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടണം. അങ്ങയുടെ ദുർബലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നന്മ പറയുമേ സ്വത്തേ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടണം. അങ്ങയുടെ ദുർബലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നന്മ പറയുമേ സ്വത്തേ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാനാവുന്നു. അങ്ങയുടെ ദുർബലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എഴുതിയവിൽ പത്രത്തിൽ എന്റെ കർത്താവ് കുറിച്ചു വച്ചു. എന്നും നിനക്കായി നൽകുന്നു ഞാൻ എൻ്റെ ഈ സ്നേഹ സമ്മാനം. എഴുതിയവിൽ പത്രത്തിൽ എന്റെ കർത്താവ് കുറിച്ചു വച്ചു. എന്നും നിനക്കായി നൽകുന്നു ഞാൻ എൻ്റെ ഈ സ്നേഹ സമ്മാനം. എൻ്റെ അമ്മ ഇനി നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. എൻ്റെ അമ്മ ഇനി നിന്റെ അമ്മ,
ദിവസം ഈശോ ദേവാലയത്തെ കാഴ്ചവെച്ച ശിമയോൻ എന്ന മഹാന്മാന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് ധ്യാനിക്കാം. ശിമയോന്റെ കരങ്ങളിൽ ലഭിച്ചു കൊടുത്ത ശിശു ആ ചോരക്കുഞ്ഞ് ദൈവ പൈതലാണെന്ന് തിരിച്ചറിഞ്ഞ ശിമയോനെ പോലെ അത് കണ്ടു നിന്ന് അന്നാവാതോരാതെ പ്രസംഗിച്ചു തുടങ്ങി. കുർബാന ഉയർത്തപ്പെടുമ്പോൾ, എഴുന്നള്ളിച്ച് വെച്ചിരിക്കുമ്പോൾ ഇത് ദൈവമാണെന്നുള്ള തിരിച്ചറിവ് അന്നായിക്കും ശിമയോന് ലഭിച്ചതുപോലെ ഇവിടെ വന്നിരിക്കുന്നവർക്ക് മാത്രമല്ല, തിരുസഭ മുഴുവനും, ലോകം മുഴുവൻ ഈ സത്യം തിരിച്ചറിയട്ടെ. പരിശുദ്ധ കുർബാനയിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യം ലോകം മുഴുവൻ തിരിച്ചറിയട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക്, ദേവാലയത്തിലേക്ക്, ദൈവകരങ്ങളിലേക്ക് ഇത് നമ്മളെയും ഏൽപ്പിച്ചു കൊടുക്കാം. അമ്മ ശിമയോന്റെ കരങ്ങളിലേക്ക്, പുരോഹിതന്റെ കരങ്ങളിലേക്ക് ആശീർവദിക്കപ്പെടുന്നതിന് വേണ്ടി പൈതലിനെ വെച്ചതുപോലെ ഇന്നിതാ ദൈവജനം തങ്ങളുടെ മക്കളെയും തങ്ങളെ തന്നെയും ജീവിത പങ്കാളിയടക്കം സകലരെയും ദേവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന പുണ്യപ്പെട്ട നിമിഷം. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. പൈതലായ ഈശോയുടെ കൂടെ നമ്മുടെ നിയോഗങ്ങൾ, മക്കളില്ലാത്ത ദമ്പതികൾ തങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തങ്ങളുടെ കരങ്ങളിൽ കണ്ടുകൊള്ളുക. ദൈവകരങ്ങളിലേക്ക് നിയോഗത്തെ സമർപ്പിക്കുക. അമ്മയോടൊപ്പം യൂസേഫിനോടൊപ്പം പ്രാർത്ഥിക്കുക. നമുക്ക് മക്കളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ തങ്ങൾക്ക് തന്ന കുഞ്ഞുങ്ങളെ ആരോഗ്യത്തിൽ സംസാര ശേഷിയില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. 2 വയസ്സായിട്ടും സംസാരിച്ച് തുടങ്ങുന്നില്ല, കമന്ന് കിടക്കുന്നില്ല, നിവർന്ന് നിൽക്കുന്നില്ല. കുറവുകളൊക്കെ പരിഹരിക്കപ്പെടുവാൻ വേണ്ടി കുഞ്ഞു പൈതങ്ങളെ ഒന്ന് സമർപ്പിച്ച് ബാലനായ യേശുവിനോട് കൂടെ നിങ്ങൾക്കുണ്ടാകുന്ന മക്കളെ നല്ല രീതിയിൽ വളർത്താൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് വിവാഹത്തിൽ ദമ്പതികൾക്ക് ദൈവം കൊടുത്ത വാഗ്ദാനം നിറവേറട്ടെ. ആ മക്കളെ, പ്രായപൂർത്തിയായ മക്കളെ വിവാഹത്തിൽ പ്രവേശിപ്പിക്കേണ്ടവർക്ക് വിവാഹാലോചന വരുവാൻ വേണ്ടി ചേരുന്ന നല്ല അവരുടെ മനസ്സിനും ശരീരത്തിനും ഹൃദയത്തിനും ഇണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിന് വേണ്ടി വിവാഹം നടക്കാത്ത ആ സഹോദരിമാരെ, സഹോദരങ്ങളെ ഒന്ന് സമർപ്പിച്ചേ, പ്രത്യേകമായിട്ടൊന്ന് സമർപ്പിച്ചേ. ശാരീരികമായ രോഗത്താൽ കിടക്കുന്നവര്, തളർന്നു കിടക്കുന്നവര്, നിവർന്നു നിൽക്കാൻ കഴിയാത്തവര് എല്ലാവരെയും ഒന്ന് സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, സമർപ്പണത്തിന്റെ സമയമാണിത്. സമർപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധ പിതാവിനോടൊപ്പം, ലോകം മുഴുവനോടൊപ്പം, തിരുസഭ മുഴുവനോടൊപ്പം വിശ്വാസം തിരുസഭ വളരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് രൂപതാധ്യക്ഷന്മാർക്ക് വേണ്ടി, പിതാക്കന്മാർക്ക് വേണ്ടി, പുരോഹിതർക്ക് വേണ്ടി, സന്യസ്ത സമർപ്പിതർക്ക് വേണ്ടി, വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ദിവികാട് മരിഭവൻ വാങ്ങുവാനിരിക്കുന്ന സ്ഥലത്തെ അതിന്റെ ഓരോ മണൽത്തരി പോലും അവിടെ അഭിഷേകം നിറയട്ടെ. എന്തെങ്കിലും മാലിന്യങ്ങൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ എന്തെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴുകപ്പെട്ട് എന്നും അത് വിശുദ്ധീകരിക്കപ്പെട്ട ബലിയർപ്പണം നടക്കുവാനുള്ള ബലിപീഠമായി മാറേണ്ട, വചന പ്രഘോഷണം നടത്തേണ്ടതായ ഒരു വേദിയായി മാറേണ്ട സ്ഥലത്തെ ഒന്ന് വിശുദ്ധീകരിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചുകൊള്ളുക. അതിനുവേണ്ടി ദൈവജനം തങ്ങളുടെ സഹനങ്ങളിൽ നിന്ന്, തങ്ങളുടെ ഉപവാസത്തിൽ നിന്നൊക്കെ ദൈവം എടുത്തു തരുന്നതായ ആ ദശാംശങ്ങൾ സ്വരൂപൂടി അത് വാങ്ങുവാൻ ഒരുങ്ങുമ്പോൾ ദൈവമേ അത് തരേണ്ട, അതിനു വേണ്ടി ദശാംശമായിട്ടോ അതിന് സ്തോത്ര കാഴ്ചകളായിട്ടോ അത് വാങ്ങുവാൻ വേണ്ടി ദൈവജനം അതിനു വേണ്ടി നല്ല മനസ്സുണ്ടാകുവാൻ വേണ്ടി അവരെ സമർപ്പിക്കുക. നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. എന്റെ നാമത്തിലുള്ള പച്ചവെള്ളം കൊടുക്കുന്നതിന് പ്രതിഫലം നിശ്ചയമെന്ന് പറഞ്ഞ കർത്താവിന് ഒരു ആലയം പണിയുവാനോ, കർത്താവിന് വചനവേദി ഒരുക്കുവാനോ, ബലിപീഠം തയ്യാറാക്കുവാനായിട്ടോ മനസ്സുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ച് കർത്താവിന്റെ മുൻപിലേക്ക് സമർപ്പിക്കാം. പ്രതിഫലം നിശ്ചയം കർത്താവിന്റെ പക്കലേക്ക് നമുക്ക് സമർപ്പിക്കാം. എല്ലാവരെയും തിരുസഭ മുഴുവനെയും സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനം നൽകുവാനിരിക്കുന്ന നോബിളച്ചനെ സമർപ്പിക്കുക. ഇടവക തലത്തിലുള്ള വചന വിശ്വാസ വർഷത്തിന്റെ ഈ ചൈതന്യം ശക്തമായി അനുഭവപ്പെടുവാൻ വേണ്ടി ഇടവക വികാരിയോടൊപ്പം ദൈവജനം പരിപൂർണമായിട്ടും സഹകരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചെന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ ഭവനത്തിന് ചുറ്റുമുള്ള സ്കൂളുകളാകട്ടെ, സോഫിയ ആകട്ടെ, ചുറ്റുമുള്ള ഇടവകകളാകട്ടെ, ഇതിന് ചുറ്റുമുള്ള ഇടവകകളും സ്ഥാപനങ്ങളും എല്ലാം അഭിഷേകം നിറഞ്ഞതായി മാറട്ടെ.
കർത്താവിന്റെ നീതിക്ക് വിപരീതമായി ഒന്നും സംഭവിക്കരുത്. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അന്ന് ആഗ്രഹിച്ചേ. ദീപികാൽ മിഷൻ സഭയിലെ സകല പുരോഗതിഗണത്തെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കുക. നമ്മുടെ നിയോഗങ്ങൾ ഇവിടെ സമർപ്പിക്കപ്പെടുകയും പോവുകയാണ്. ഒരു നിമിഷം കൂടി നിങ്ങൾക്ക് അവസരം തന്നിരിക്കുന്നു. ഇനിയും എന്തെങ്കിലും നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിക്കാനുണ്ടെങ്കിൽ, പൊതുവായ നിയോഗം, എഴുതി തന്ന നിയോഗങ്ങൾ ഏതാനും മാത്രം ഇവിടെ വായിക്കും പ്രാർത്ഥനയോടെ. അത് പ്രാർത്ഥനയാണെന്ന് ഓർക്കുക. അത് കേൾക്കുവാനുള്ളതല്ല, പ്രാർത്ഥിക്കുവാനുള്ളതാണ്. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാൻ പറ്റുന്നവരെ ശ്രദ്ധ മറ്റൊന്നും പോകാതെ മനസ്സും ഹൃദയവും എല്ലാം കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് കുർബാനയുടെ രഹസ്യമറിയുവാൻ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ശക്തമായ മധ്യസ്ഥതയിലെ തിരുമുഖം നോക്കിക്കൊണ്ട് അമ്മയുടെ മടിയിലിരുന്നോട് പ്രാർത്ഥിക്കാനുള്ള നിമിഷമാണിത്. അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ്. ജപമാലയുടെ ഭാഗമായിട്ട് ഇത് കൂട്ടണമേ. ആരാധനയുടെ ഭാഗമാണ്. വെറും ചിലരുടെ നിയോഗങ്ങൾ, ചിലരുടെ കാര്യങ്ങൾ, വിശേഷങ്ങൾ അറിയിക്കുന്നതല്ല, മറിച്ച് ഇത് പ്രാർത്ഥനയുടെ നിമിഷമാണ്. സഭ മുഴുവനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ, ഇവിടെ വന്നിരിക്കുന്ന സകലരെയും സമർപ്പിച്ചുകൊണ്ട് ഈ മല്ലപ്പള്ളിക്ക് ഇതൊരു അനുഗ്രഹമാകുവാൻ, തിരുസഭയുടെ അനുഗ്രഹമായി മാറണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചു കൊടുക്കാം.